എറണാകുളത്ത് നിന്ന് മെട്രോ ബോട്ടിൽ ഫോർട്ട് കൊച്ചിയിലെത്താം. ബസ്സിലും ഫോർട്ട് കൊച്ചിയിലെത്താം. ബസ്സാണെങ്കിലും ബോട്ടാണെങ്കിലും ഫോർട്ട് കൊച്ചി ബീച്ചിന് സമീപം ഇറങ്ങാൻ കഴിയും. ഈ ഫോർട്ട് കൊച്ചി ബീച്ചിന് സമീപം സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തിയാൽ ആദ്യം കാണേണ്ടത് ഈ സെൻറ്റ് മേരീസ് ചർച്ചാണ്. ഇത് പള്ളിക്കുള്ള പ്രാധാന്യമല്ല. പുരാവസ്തു ഗവേഷകർ ഇതെടുത്തിരിക്കുന്നത് ഇത് പള്ളി ആയതുകൊണ്ടല്ല, ഇന്ത്യയെ അല്ല ലോകത്തെ തന്നെ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംഭവമായിരുന്നു വാസ്കോ ഡി ഗാമ ഇന്ത്യയിലേക്ക് കടൽ മാർഗം വഴി കണ്ടുപിടിച്ച് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തിറങ്ങിയത്. അവിടെ സാമൂതിരിയുമായി അദ്ദേഹത്തിന് ഉടമ്പടി വെക്കാൻ കഴിയാത്തതിനാൽ കൊച്ചിയിലായി. കൊച്ചി രാജാവുമായി ഉടമ്പടി. 1524 ഡിസംബർ 23 അദ്ദേഹം മലേറിയ വന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത്. 1539 അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൻ്റെ പേടകം ലിപ്സൺ പോർട്ടുഗീസിൻ്റെ തലസ്ഥാനം മകൻ കൊണ്ടുപോയി. ഈ പള്ളിക്കുള്ള പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ ഉള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത സെക്യൂരിറ്റികളാണ് അവിടെ നിൽക്കുന്നത്. വിദേശികളെ പോലും ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അനുവദനീയമല്ല. അവർ വീഡിയോകൾ എടുത്താലല്ലേ വിദേശത്ത് ഇങ്ങനെ വാസ്കോ ഡി ഗാമയെ അടക്കം ചെയ്ത പള്ളി കൊച്ചിയിലുണ്ടെന്ന് അറിയുകയുള്ളൂ. പുരാവസ്തു ഗവേഷകർ ഈ പള്ളി ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ ആരാധനകൾ നിർത്തൽ ചെയ്യേണ്ടതായിരുന്നു. ആരാധനകൾ നിർത്തിയിരുന്നെങ്കിൽ പൊതുജനങ്ങൾക്ക് പഠിക്കാനും ഗവേഷണം നടത്താനും ഈ പള്ളിയിൽ യഥേഷ്ടം അവരുടെ പഠനത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഈ പള്ളിക്ക് മുന്നിൽ രണ്ടാമത്തെ കാഴ്ച ഹെറിറ്റേജ് മ്യൂസിയം, ബാസ്റ്റ്യൻ ബംഗ്ലാവ്. ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയുടെ ഒരു കൊത്തളമാണ് ഈ ബാസ്റ്റ്യൻ ബംഗ്ലാവ്. ബാക്കിയെല്ലാം ഡച്ചുകാർ നശിപ്പിച്ചു, ബ്രിട്ടീഷുകാരും നശിപ്പിച്ചു. പോർച്ചുഗീസുകാർ 1667 പണിതതാണ്. നല്ല മ്യൂസിയമാണ്. കേരള സർക്കാർ നല്ല ഭംഗിയിൽ അത് കൊണ്ട് നടക്കുന്നു. ഇവിടെ കുറേ ഫോട്ടോകളും പ്രതിമകളും എല്ലാം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർബന്ധം പിടിക്കുന്നവർ ഈ മ്യൂസിയം കാണണം. അന്നത്തെ കേരളത്തിലെ ജനങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ട് നമ്മൾ പഴയ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പോകണോ എന്ന് ചിന്തിക്കണം. അന്ന് ഇതൊക്കെ കണ്ടാലേ അവർക്ക് ആ നിർബന്ധ ബുദ്ധി മാറിക്കിട്ടുകയുള്ളൂ. ഈ ബംഗ്ലാവിന് മറുവശം തൊട്ടടുത്ത് കടലാണ്. കടലിലെ സംഗീതവും കേട്ട് നമുക്ക് ഈ മ്യൂസിയം കാണാം. ഈ മ്യൂസിയത്തിലെ പോർട്ടുഗീസ് അടുക്കളയാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണോ പറയാൻ പറ്റില്ല. പക്ഷേ അടുക്കള അതുപോലെ തന്നെ നിലനിർത്തിയെന്നാണ് അവിടുത്തെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞത്. ശരിയായിരിക്കാം. നമ്മളെല്ലാവരും ഫോർട്ട് കൊച്ചിയിൽ പോയി ഈ ബംഗ്ലാവ് കാണണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 14 പേരുടെ കുറവുണ്ട് എനിക്ക് 1000 തികയാൻ. ഈ മാസം തന്നെ 1000 തികക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണേ. 1000 തികഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വാച്ച് ഓവർ. അതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാമല്ലോ. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമോ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ശല്യമോ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോകളും നിങ്ങൾ കാണണേ.
ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ്.